ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. ഞങ്ങളിന്ന് ഒരു സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഇവിടെ ഉരുളിയപ്പം എന്നാണ് അതിന് പറയുന്നത്. ഓട്ടുരുളിയിലാണ് ഇത് തയ്യാറാക്കുന്നത്. പിന്നെ ഒത്തിരി ഇൻഗ്രീഡിയൻസ് ആവശ്യമുണ്ട്. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ഇളയമ്മ ഇവിടെ വന്നിട്ടുണ്ട്. ഇളയമ്മയാണ് ഇന്ന് അത് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അത് ഉരുളിയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. നമുക്ക് കിച്ചണിലേക്ക് പോകാം. ഓക്കെ. അടുക്കളയിലതാ ഇളയമ്മ ഉരുളിയപ്പത്തിന് ആവശ്യമായ തേങ്ങ ചിരകിക്കൊണ്ടിരിക്കുകയാണ്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച കുറച്ച് തഴക്കലരി, കുറച്ച് പുഴുങ്ങലരി, 10-15 ചെറിയ ഉള്ളി, ചിരകിയ തേങ്ങ എന്നിവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഇത് നന്നായി അരച്ചെടുക്കാം. മുളക് ചെറുങ്ങനെ അരിഞ്ഞാടെ വെക്കുക. മുളക് ചെറുങ്ങനെ അരിഞ്ഞു അരി നല്ലോണം മുതിഞ്ഞു. ഇനി പാത്രത്തിലേക്ക് ഒഴിക്കാം. വെച്ച സവാളയും മുറിച്ച് വെച്ച പച്ചമുളകും കറിവേപ്പില് ഇതിൻ്റെ അകത്ത് ഇട്ടു. എന്നിട്ട് കയ്യിൽ സ്റ്റീലിൻ്റെ ഒരു കയ്യിലെടുത്തു. ഇവിടെ സ്റ്റീലിൻ്റെ കയ്യിലും ചിരട്ട കയ്യിലാണെങ്കിൽ നല്ലൊരു ഇതായിരുന്നു. ഇവിടെ സ്റ്റീലിൻ്റെ കയ്യിൽ മാത്രമേ ഇല്ലൂ. അതുകൊണ്ട് അതെടുത്തതാ. നല്ലൊരു ഇളക്കി ഈ പരുവത്തിൽ കൂട്ട് ആവണം. ഇനി ഒരു പാത്രം കൊണ്ട് അടച്ച് മൂടി വെച്ചു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഉരുളി അപ്പാക്കാം. ഇനി നമുക്ക് തുടങ്ങാം. ഓട്ടിൻ്റെ ഉരുളി അടുപ്പത്ത് വെച്ചു. ഗ്യാസിൻ്റെ മേലെ വെച്ചു. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം റെഡിയായി. എണ്ണ ചൂടായി. ഇനി നമുക്ക് ഈ കൂട്ട് ഇതിനകത്ത് ഒഴിച്ച് കൊടുക്കാം. ചെറിയ കയ്യിലായതുകൊണ്ട് കുറേ പ്രാവശ്യം പോയി തൊണ്ടി വരുന്നു. ഇനി ഒരു പാത്രം എടുത്തിട്ട് മൂടി വെച്ചു. റെഡിയായി. ഇനി മറിച്ചിട്ട് എന്നിട്ട് ഇതെ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുക. അതെ, ഓക്കെ. ചുട്ടെടുക്കുക. നമുക്ക് നെയ്യ് ഇട്ടിട്ട് ഒരു ടേസ്റ്റ് നോക്കാം. അടിപൊളിയായിരിക്കും നെയ്യ് ഇട്ടാൽ. ആദ്യം ഞാൻ വെളിച്ചെണ്ണയിലാക്കിയത്. അപ്പം നമുക്കൊന്ന് നെയ്യിലാക്കി നോക്കാമല്ലോ. നല്ല ഉരുളിയപ്പം എന്താ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി മുറിച്ച് നമുക്ക് കഷ്ണാക്കി എടുത്തിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാമല്ലോ. ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കാമല്ലോ. സൂപ്പർ, അടിപൊളി, സൂപ്പർ. എല്ലാവരും ഇതിൻ്റെ ടേസ്റ്റ് ചുട്ട് വെച്ച് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് രുചിച്ച് നോക്കണേ. ബായ്.